ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ജർമ്മൻ നാഷണൽ ഡ്രസ്സാണ്. ഇത് ഇവിടുത്തെ ജർമ്മൻ സ്ത്രീകൾ ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. ബിയർ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് അവർ ഇത്തരം ഈ ഡ്രിണ്ടലൊക്കെ ഇടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഇത് പുതിയതെന്ന് വെച്ചാൽ 2 വർഷം മുന്നേ മേടിച്ചാൽ ഞാൻ ഇതിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട്. അപ്പം ഈ വർഷം ഞാനിതിട്ടു. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രിണ്ടൽ? കളോ അപ്പോൾ ഞാൻ റൈറ്റിലോട്ടാണ് ഇതിൻ്റെ ബോ കെട്ടിയിരിക്കുന്നത്. റൈറ്റിലോട്ട് ബോ കെട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ബോ ബാക്കിലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. ലെഫ്റ്റിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. അപ്പം ഞാൻ ഓൾറെഡി മാരീഡ് ആൻഡ് ഐ എം ഗോയിങ് വിത്ത് ശ്രീനേട്ടൻ. സോ ഐ ഹാവ് ടു ബോ ഇറ്റ് ഓൺ ദി റൈറ്റ് സൈഡ് ഗൈസ്. സോ ഞാൻ, സൗപ്പു, വൈഗ, ശ്രീനേട്ടൻ ഞങ്ങളെല്ലാവരോടാണ് ഇപ്പം പോകുന്നത്. അവിടെ സ്വാതിയും അജയും വിശാലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈസ് ഓൾ അബൌട്ട് ബർഗ് ഫെസ്റ്റിവൽ. നമ്മുടെ എർലാംഗനിലെ ബർഗിൽ നടക്കുന്നു. ബർഗ് എന്ന് വെച്ചാൽ മൗണ്ടനിലാണ്. അവിടെ നടക്കുന്ന ബിയർ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഈ വ്ളോഗിൽ. ഭയങ്കര ചൂടാണ് ഗൈസ്, ഒന്നും പറയാനില്ല. എന്തായാലും ചൂട് നമ്മളിങ്ങനെ സമ്മർ നോക്കിയിരുന്നതും കൊണ്ട് ഗോഡ് ബ്ലെസ് യു. സമ്മർ നോക്കിയിരുന്നതും കൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഗേൾസ് ആർ എക്സൈറ്റഡ്. ഞാൻ ഇന്ന് ജർമ്മൻ ഡ്രിൻഡലാണ് ഇട്ടേക്കണേ. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉള്ളത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അല്ല സോറി, വൈറ്റ് ആൻഡ് റെഡ് ആണ്. ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഈ ബ്ലൗസ് വേറെ കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ഡ്രിൻഡലിൻ്റെ കൂടെയുള്ള ബ്ലൗസ് ഒത്തിരി ഡീപ്പ് നെക്കാണ്. അപ്പം ഐ എം നോട്ട് കംഫർട്ടബിൾ വെയറിങ് ദാറ്റ്. അപ്പം ഞാൻ ഇത് വേറെ ഒരു ടോപ്പായിരുന്നു. ഇത് സൗപ്പൂൻ്റെ ഷോർട്ട് ടോപ്പാണ്. അതിനെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടു. ഇങ്ങനെയാണ് ഇടുന്നത് എല്ലാവരും. പിന്നെ റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്നുള്ള മൂഡിലായിരുന്നു ഞാൻ. പക്ഷെ ആ സമയമായപ്പോഴത്തേക്ക് പിന്നെ തിരക്കും ഒക്കെ ആയിട്ട് പിന്നെ ചെയ്തില്ല ഗൈസ്. സോ ബാക്കി വിശേഷങ്ങൾ ബർഗിൽ ചെന്നിട്ട് കേട്ടോ. നല്ല തിരക്കായിരിക്കും. ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ് ഇവിടെ. അപ്പോൾ നിറച്ച ആളുകൾ കാണും. പിന്നെ തേഴ്സ്ഡേ ആണ് ഫാമിലി ഡേ. അന്ന് റൈഡ്സിനൊക്കെ നല്ല ഡിസ്കൗണ്ട് കാണും. ഇന്ന് പിന്നെ ഡിസ്കൗണ്ട് ഒന്നും കാണത്തില്ല. പക്ഷെ ഇന്ന് ഹോളിഡേ ആയും കൊണ്ടും പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചതും കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് തന്നെ പോകാം. പിന്നെ നാളെ തൊട്ട് തിരക്കാവും നമ്മളും. അപ്പോൾ സീ യു അറ്റ് ബർഗ്. വാട്ട് ഈസ് ദാറ്റ് യെല്ലോ? അടിപൊളി. സോ യു സൗപ്പു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് സ്ലാപ്സ് ഫ്രം വൈഗ. It's a German tradition. If you see yellow card, then you can the other person sitting next to you. That's the new green one. അവിടെ അടിയുടെ പൂരം നമ്മുടെ മുന്നിൽ ഒരു യെല്ലോ കാർ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ശ്രീനേട്ടനെ അടിക്കാം. യെല്ലോ ടീഷർട്ട് ശരിയാ, അവിടെ ഒരു യെല്ലോ ടീഷർട്ടും പോകുന്നുണ്ട്. ഓക്കെ, ഇത് അടിച്ചു. ഞാൻ തിരിച്ചെടുത്തു. But she was hitting you repeatedly. Yeah, that's why I hit her. Because there was another car. Okay, listen to me. നമ്മള് ജർമ്മൻ ലേഡീസിന്റെ ഡ്രസ്സിന് ഡ്രിൻഡൽ എന്നാ പറയാ. ആണുങ്ങളുടെ ഡ്രസ്സിന് എന്താ പറയടി? ലേഡാഹോസൻ. ഇത് ലേഡീസ്, നമ്മുടെ ജർമ്മൻ ലേഡീസിന്റെ ഈ ഡ്രസ്സിന് പറയുന്ന ഡ്രിൻഡലിനും ആണുങ്ങൾ ഇടുന്ന ജർമ്മൻ കോസ്റ്റ്യൂമിന് പറയുന്ന ലേഡാഹോസൻ എന്നുമാണ്. സമയം 6 മണിയാവുന്നു. പക്ഷെ നല്ല വെയിൽ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയുടെ ഒരു ലക്ഷണമുണ്ട്. ലാസ്റ്റ് ഇയർ ബിയർ ഫെസ്റ്റിവലിന് പോയില്ല ഡ്യൂ ടു മെനി റീസൺസ്. ഈ വർഷം പോകണമെന്നുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡ്രസ്സ് എവിടെയെങ്കിലും ഒന്ന് ഇടണം. അതുകൊണ്ട് ഞാൻ ഇട്ടു. നെക്സ്റ്റ് ഇയർ തൊട്ട് ഇത് സൗപ്പ് ഇടും. അതൊരു സൈസ് ലെതറും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈസ് പാൻ്റാണ്. ഞാൻ കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ കുറേ ആളുകൾ ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ടായിരിക്കും. ഫുൾ റോഡൊക്കെ ബ്ലോക്ക്ഡ് ആണ്. ട്രാഫിക് ജാമൊക്കെ ഇന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അത്ര ട്രാഫിക് ഒന്നും കാണുന്നില്ല. ബിക്കോസ് ഓഫ് ലോങ് വീക്കെൻഡ് ആളുകളൊക്കെ വെക്കേഷനൊക്കെ പോയി കാണും. പാർക്കിംഗ് കിട്ടിയാൽ മതി. വിശാൽ ഓൾറെഡി അവിടെ എത്തി. അവിടെ സീറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ബെഞ്ചൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കാലിയാണെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ വിൽ ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് സെർച്ച് ഫോർ ബെഞ്ച്. Girls are excited because they can go on rides. എനിക്ക് ശ്രീനേട്ടനും റൈഡ്സിനും ഞങ്ങൾ പോണില്ല. എവിടെയെങ്കിലും ഇരിക്കുക, ചിൽ ചെയ്യുക, റിലാക്സ് ആയിട്ട് ആൻഡ് ദെൻ കം ബാക്ക്. അതാണ് നമ്മുടെ പരിപാടി, ഇന്നത്തെ പരിപാടി. ഫ്രണ്ട്സ് എല്ലാവരും പലയിടത്തായിട്ട് വെക്കേഷനൊക്കെ പോയിക്കാണ്, കറങ്ങാനൊക്കെ പോയിക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഈ വർഷം എനിക്ക് തോന്നുന്നില്ല മീറ്റപ്പ് ചെയ്യുമെന്ന്. സമയം കിട്ടുകയാണെങ്കിൽ പോകും. ബട്ട് സാറ്റർഡേസിൽ ഞങ്ങൾ തിരക്കായിരിക്കും. പിന്നെ സൺഡേ ടയറിങ് ആവും. പിന്നെ അടുത്ത സൺഡേ വരെ ഉള്ളെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് 10 ഡേയ്സിൻ്റെ എന്തോ ഫെസ്റ്റാണ്.
ഓൾറെഡി ഇപ്പം ലാസ്റ്റ് തേഴ്സ്ഡേ തുടങ്ങിയതാ, 21-ാം തീയതി തുടങ്ങിയതാ, 21-ാം തീയതി മെയ് തുടങ്ങിയതാ, ജൂൺ 2-നാണ് തോന്നുന്നത് ഇത് കഴിയുന്നത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പോകാമില്ലെങ്കിൽ പിന്നെ സമയം കിട്ടില്ല. പിന്നെ ഇതൊരു കോണ്ടന്റും കൂടെ ആണ്, വ്ളോഗ് എടുക്കാൻ ഒരു കോണ്ടന്റും കൂടെ ആവും. സോ ഐ തോട്ട് ലെറ്റ് മീ ഗോ ആൻഡ് ക്യാപ്ചർ എവറിത്തിങ് ആൻഡ് ഷെയർ വിത്ത് ഓൾ ഓഫ് യു. സോ ഫീൽ മൈന ഗുഡ് വി ഗോട്ട് സ്പോട്ട് ഗൈസ്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഐ തിങ്ക് അജയും സ്വാതി ഓൾറെഡി ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. അവരെവിടെ വണ്ടി നിർത്തിയേക്കുന്നത്? അതല്ല അവരുടെ ടെസ്ല അല്ലല്ലോ, ഓഡി അല്ലേ. അവരെവിടെ നിർത്തി? നമുക്കിവിടെ എവിടെങ്കിലും നിർത്താമായിരുന്നു. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഉണ്ണി അജയേട്ടനെ വിളിച്ച് ചോദിക്കുക ഇവിടെ. ഇന്ന് നമുക്കത് എടുക്കണ്ട. ഇതാണ് സ്വാതിക്കുട്ടി. അങ്ങനെ സ്വാതിക്കുട്ടി എത്തി. ഉണ്ട് അജയ് ചേട്ടൻ, ഇതാ വരുന്ന അജയ് ചേട്ടൻ. അതെ, അജയുടെ കയ്യിലും ബാഗ് ഉണ്ടടി. നീ എന്തിനാ ബാഗ് എടുത്തത്? ഏട്ടയുടെ കയ്യിൽ കൊടുത്താൽ മതി. ഇന്ന് അജയ് ചേട്ടന് അത്ര സ്പോൺസർഷിപ്പ് ഞാൻ ഇത് 2 വർഷം മുന്നേ മേടിച്ച ഡ്രസ്സാണ്. ഇന്നാണ് ഇപ്പോഴിടുന്നത്. ഞാൻ അവനോട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് വരാൻ പറഞ്ഞ. എൻ്റെ മുന്നിൽ വരുന്ന ക്രൗഡ് മൊത്തം ബർഗ് ഫെസ്റ്റിവലിൽ പോയിട്ട് വരുന്നതാണ്. ഇവരൊക്കെ രാവിലെ പോയി കാണും. ഇത് ട്രെയിൻ സ്റ്റേഷനാണ്, നമ്മുടെ എർലാംഗനിലെ മെയിൻ ബാൻഹോഫാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും തിരിച്ച് ന്യൂൺബർഗിലോട്ടോ ഇവിടെ നിന്നാണ് വന്നു വെച്ചാൽ അങ്ങോട്ട് പോവും. എല്ലാവരും കുടിച്ച് കിറങ്ങി ഫിറ്റായിട്ടായിരിക്കും പോകുന്നത്. ഞങ്ങൾ സ്ലോ മോഷന് വന്ന് നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ എർലാംഗനിലെ സിറ്റി സെൻറ്റർ ആട്ടോ. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ ഇവിടെ ഒക്കെ നിറച്ച് സ്റ്റോൾസും തിരക്കും ഒക്കെ കാണും. ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് ബർഗിലോട്ട്. ബസ്സും ഉണ്ട്, പക്ഷെ ബസ്സിന് ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പൂരം മാതിരിയാണ് ഇവിടുത്തെ ആളുകളുടെ പൂരം കേട്ടോ. ഇത് അല്ലേ നമ്മുടെ നാട്ടിലെ പൂരം മാതിരിയല്ലേ ഇത്? അത് കണ്ടില്ലേ, അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ട് വെഹിക്കിൾസ് ഒന്നും പോവില്ല. അപ്പം ഞങ്ങൾ ബാൻഹോഫിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഒരു 1 കിലോമീറ്റർ ഉണ്ട് ബാൻഹോഫിൽ നിന്ന് ബർഗ് നടക്കുന്നിടത്തത്. കണ്ടില്ല അവിടെ ജെയിൻ വീലൊക്കെ. ഇതാണ് ഇവിടുത്തെ ഉത്സവം ഗൈസ്. നമ്മുടെ നാട്ടിൽ 10 ദിവസം കൊടി ഏറുന്ന കൂട്ടും അതേ കൂട്ടാണ് ഇവിടെ. 10 ദിവസം അടിപൊളി കാർണിവലായിരിക്കും. 10 ദിവസം എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യും. നമ്മളങ്ങനെ നടന്ന് ഇവിടെ എത്തി ഗൈസ്. ഇത് ഓരോരുത്തർ കുപ്പി കളഞ്ഞിട്ട് പോകുന്നവർ കളക്ട് ചെയ്യുന്ന കേട്ടോ. ഇത് കൊണ്ട് കൊടുത്താൽ അവർക്ക് കാശ് കിട്ടും. വലിയൊരു ഫെസ്റ്റാണ് ഇവിടുത്തെ. അപ്പോൾ കോടിക്കണക്കിൻ്റെ യൂറോസിൻ്റെ കച്ചവടം നടക്കുന്നതാണ് 10 ദിവസം. കുട്ടി എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ക്ഷീണിച്ചിരിക്കുക? നമ്മൾ ബർഗിലോട്ട് കയറാൻ പോവാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോയി ഗൈസ്. ഞാൻ പോയി നോക്കട്ടെ എവിടാന്ന്. ഞങ്ങളങ്ങനെ ബർഗിലെത്തി ഗൈസ്. ഇനിയും ഞങ്ങൾ മേളിലോട്ട് പോകാൻ പോവാണ്. ബർഗ് എന്ന് വെച്ചാൽ മൗണ്ടൻ എന്നാണ്, ഹിൽ ടോപ്പ്. അപ്പം നമ്മൾ ഹിൽ ടോപ്പിലോട്ട് പോകാൻ പോവാണ്.
അങ്ങനെ ഇവിടെ സീറ്റ് കിട്ടില്ല, ഭയങ്കര ചൂടാണ്, വേർത്തൊരു പരിവായി. ശ്രീനേട്ടനും അജയും അവരൊക്കെ റാഡ്ലറോ ബിയറോ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആൽക്കഹോൾ കുടിക്കാത്തതും കൊണ്ട് എനിക്ക് നോൺ ആൽക്കഹോളിക് ബിയറാണ് പറയാൻ പോണത്. അറിയില്ല അത് ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന്. കുട്ടികൾ പിന്നെ സ്ലഷിയൊക്കെ മേടിച്ചു. ഇനി എന്തെങ്കിലും കഴിക്കണേ അവർക്ക്. എന്നിട്ട് റൈഡ്സിലൊക്കെ പോകണമെന്നാണ് പറയണത്. വിശാലിനെ കണ്ടു, പക്ഷെ അവിടെ ഒത്തിരി ക്രൗഡ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പുറത്തോട്ട് ഇറങ്ങും, എല്ലാം കാണാൻ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, ഞാൻ മൈക്ക് എടുത്തിട്ട് സെറ്റാക്കി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. ഇനി മറ്റേതും കൂടെ അവര് വിശാലിനെ കൊണ്ട് പോയിട്ടുണ്ട് ജയിന്റ് വീലിൽ കയറാൻ. അറിയില്ല, ഇതിലാണോ കയറാൻ പോയിക്കുന്നത്? മേളിൽ കറങ്ങണേ. പൂരപ്പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസം കേട്ടോ. പോക്കറ്റ് നിറച്ച് കാശും കൊണ്ട് വരണം, എന്നാലും ഇവിടെ കാര്യമുള്ളൂ. ഇവിടെ ഒന്നും കാർഡ് പേയ്മെന്റ് ഇല്ല, എല്ലാവരും ക്യാഷും കൊണ്ട് വരണം. ശ്രീനേട്ടന്റെ പോക്കറ്റ് ഓൾമോസ്റ്റ് കാലിയാവാനായിട്ടുണ്ട്. ഈ ചൂടത്ത് ഇങ്ങനെ തണുത്ത ബിയർ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നോൺ ആൽക്കഹോളിക്കാ, പക്ഷെ ശ്രീനേട്ട കുടിക്കുന്നത് ബിയറാണ്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഈ ബിയർ ഇവിടെ തന്നെ ബ്രൂ ചെയ്യുന്നതാണ്, ഇവിടുത്തെ എർലാങ്കണിൽ തന്നെ ബ്രൂ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണെന്ന് കേട്ടു. വൈകക്കുട്ടി വരുന്നുണ്ട്. ടയേർഡ്? കോള കുടിച്ചോ, കോള കുടിച്ചോളൂ. ഓപ്പ എവിടെ? അതാ വന്നു ഓപ്പയും. എന്തായി? വിശാലിനേട്ടൻ കേറിയോ? ആണോ? അത് സീനു ആകാം. എടുക്കാം വീഡിയോ. വൈകക്കുട്ടി വിശാലും ഒക്കെ അതിന്റെ മേലുണ്ട് കഴിഞ്ഞു.
അങ്ങനെ ബെർഗ് ഫെസ്റ്റിവൽ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പം രാത്രി ഒത്തിരി ലേറ്റായി. വൈകക്കുട്ടി അവിടെ ഒരു റൈഡിൽ പോയിട്ടുണ്ട്. അവളവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോകും. അടിപൊളിയായിരുന്നു, നല്ല റിലാക്സിങ് ആയിരുന്നു. ഇതിനിയും ജൂൺ 1-ാം തീയതി വരെ ഉണ്ട്. ചിലപ്പോൾ ഇനി ഒന്നും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുമായിരിക്കും. ഇറ്റ് വാസ് റിയലി എ ഫൺ ഡേ. അപ്പോൾ ഇനിയും പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ ഞങ്ങൾ ചൂറോസ് ഒക്കെ കഴിച്ചു. പക്ഷേ ഡിന്നർ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കണം. സോ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വ്ളോഗായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ. കുട്ടി ഈ റൈഡിലായിരുന്നു പോയ ഗൈസ്. എന്തായാവോ, എവിടാണാവോ കണ്ടില്ല. വൈകക്കുട്ടീനെ ഇടയ്ക്ക് ഇപ്പൊ കാണുന്നില്ല. വൈകക്കുട്ടിയും വിശാലും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തെറ്റിപ്പോയി. ഞങ്ങളിപ്പോ പലരും പലയിടത്തായി. സോ അജയും സ്വാതിയും വൈകക്കുട്ടിയും വിശാലിനെ നോക്കാൻ പോയി. അവരുടെ ഫോൺ ഞങ്ങളുടെ കയ്യിലാണ്, അതുകൊണ്ട് കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനും ശ്രീനേട്ടനും ഇവിടെ നിൽക്കുകയാണ്. സ്വാതി അജയും അവരെ നോക്കാനായിട്ട് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകും. തിരക്കില്ല. എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ വലിയ കുട്ടിയായല്ലോ, അതാ വന്നു. കാണാതെ പോയ ആളിതാ നിക്കണു. അവർ കൂടെ ചോദിക്കുക. വൈകക്കുട്ടി അങ്ങനെ വന്നു. ഫൈനലി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വീട്ടിൽ പോവാണ്. നന്നായിട്ട് ക്ഷീണിച്ചുട്ടോ. ചൂടൊക്കെ പോയി. ഇപ്പൊ സമയം 9 മണിയായി. സോ വി ആർ ഗോയിങ് ബാക്ക്. നമ്മള് ബെർലിൻ ഡോണറൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. ഇത് ഭയങ്കര ഹൈപ്പുള്ള ഒരു ഡോണർ ഷോപ്പാണ്. എപ്പോഴും തിരക്കാണ്. ഇന്നെന്തോ തിരക്കില്ല. അപ്പൊ ഞങ്ങള് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡോണർ മേടിച്ചു. എനിക്ക് വിശക്കണില്ല, ഷിനേട്ടനില്ല. പക്ഷെ സൗപ്പൂനും അത്ര വിശപ്പില്ല. വൈകക്കുട്ടി ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് ബെർലിൻ ഡോണറും കൂടെ മേടിച്ചിട്ടാണ് പോകുന്നത്. വൈക ടയർഡാണ്. ബിക്കോസ് വൈകയ്ക്ക് ഇന്ന് സ്വിമ്മിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം വൈക റൈഡ്സിലെല്ലാം കയറി ഇവിടെ വന്ന് നന്നായിട്ട് ക്ഷീണിച്ചു. ഇപ്പൊ നന്നായിട്ട് ഉറക്കം വരും. നാളെ സ്കൂളില്ലല്ലോ. ഇപ്പം സമയം 9:30 കഴിച്ചു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ബർഗ് ഫെസ്റ്റിവൽ ഗൈസ്? ഇന്ന് വന്ന് നന്നായി. തിരക്കിലായിരുന്നു.